പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലുകളിൽ ഇളനീരും അതിൻ്റെ ഫ്രഷ് കരിക്കിൻ്റെ കാമ്പും കൂടെ ചേർന്ന് അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയും പാക്ക് ചെയ്ത് പോകുന്നുണ്ട്, വിദേശത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇളനീര് നമ്മൾ ഏതെങ്കിലും തരത്തിൽ പാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വിത്ത് സംസ്കരണം എന്ന് പറയും, അത് നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ കാണാം. അടുത്തത് കോക്കനട്ട് ഇൻഫ്ലോറസെൻസ് അല്ലെങ്കിൽ തെങ്ങിൻ്റെ പൂങ്കുലയിൽ നിന്ന് എന്താണ് നമുക്ക് ഒരു ഫേമസ് പ്രോഡക്റ്റാണ് കള്ള്, അല്ലേ, തോടി. അപ്പോൾ പൂങ്കുല ചെത്തി എടുക്കുന്നത് കള്ള്. അപ്പോൾ നമുക്ക് അറിയാം, കള്ളെന്ന് പറഞ്ഞാൽ അതിൽ മദ്യാംശമുണ്ട്, ആൽക്കഹോളുണ്ട്. അത് ഈ പൂങ്കുല ചെത്തി എടുക്കുന്ന ആ നീര് പുളിച്ചാണ് കള്ളാവുന്നത്. അപ്പോൾ അത് കള്ളാകുന്നതിന് മുമ്പത്തെ ഒരു സ്റ്റേജ് ഉണ്ട്, അതിനകത്ത് ആൽക്കഹോൾ ഇല്ല, 0% ആൽക്കഹോൾ. അത് നേരെ നമ്മൾ ചെത്തിയെടുക്കുന്ന നീരെന്ന് പറഞ്ഞാൽ അത് ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല. ആ നീരിനാണ് നീര എന്ന് പറയുന്നത്. തെങ്ങിൻ്റെ പൂങ്കുല ചെത്തിയെടുക്കുന്ന മദ്യാംശം നീരയില്ലാത്ത ആരോഗ്യകരമായ ഒരു പാനീയം, അതാണ് നീര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ നീര തെങ്ങ് നമുക്കിപ്പോൾ കേരളത്തിലാണെങ്കിൽ നീര ചെത്തുന്നതിന് പ്രത്യേകം ലൈസൻസ് വേണം, എക്സൈസിന്. അതുപോലെ നമുക്ക് FPOs അല്ലെങ്കിൽ കോക്കനട്ട് പ്രൊഡ്യൂസർ സൊസൈറ്റി എന്ന് പറയും, നമ്മുടെ പോലത്തെ പാം സൊസൈറ്റി, റബ്ബർ പ്രൊഡ്യൂസർ സൊസൈറ്റി ഒക്കെ ഇല്ല, അതേപോലെ തന്നെ കോക്കനട്ട് പ്രൊഡ്യൂസർ സൊസൈറ്റി ഉണ്ട്. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ വാർഡ് തലത്തിൽ നാളികേര കർഷകരെല്ലാം കൂടെ ചേർന്ന് ഒരു കൂട്ടായ്മ, അതാണ് ആ ഒരു സൊസൈറ്റി ഉദ്ദേശിക്കുന്നത്. അവർ നമ്മുടെ ബോർഡിൽ രജിസ്റ്റർ ചെയ്യുക. ആ കൂട്ടായ്മകൾ ഒരു 10 CPSകൾ ചേർന്ന് ഒരു ഫെഡറേഷൻ രൂപീകരിക്കാൻ പറ്റുന്നതാണ്. അതെല്ലാം ബോർഡിൻ്റെ ഇതാണ്, കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയുള്ള ഫെഡറേഷനുകൾക്ക് മാത്രമേ നീര ചെത്തുന്നതിന് അനുമതി കൊടുക്കുന്നുള്ളൂ. കാരണം വ്യക്തികൾക്ക് കൊടുക്കുന്നില്ല, അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നീര ചെത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ നീരയിൽ നിന്ന് പലതരത്തിലുള്ള വാല്യൂ ആഡ് പ്രോഡക്ട്സ് നിർമ്മിക്കാൻ പറ്റും. അതിൽ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് നീര ശർക്കര, അല്ലെങ്കിൽ തെങ്ങിൻ ചക്കര എന്ന് പറയും, കരിപ്പട്ടി എന്നൊക്കെ പറയുന്നത്. അതാണ് നീര ശർക്കര എന്ന് പറയുന്നത്.